എൻ്റെ വിവാദ എഡിറ്റോറിയലിൻ്റെ ഒന്നുകൂടി ആവർത്തിക്കാം. എൻ്റെ വിവാദ എഡിറ്റോറിയലിൻ്റെ ബാക്കി പത്രമായി ഇന്നും പുറത്തിറങ്ങുന്ന ദീപിക പത്രത്തിൻ്റെ സൺഡേ ദീപിക വായനക്കാരുടെ മുന്നിൽ വെക്കുന്ന ചിത്രമാണ് ഇത്. ചാവറ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. MBCയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കാലം ബഹുമാനപ്പെട്ട ആൻ്റണി വള്ളവന്തറയച്ചൻ, അദ്ദേഹം ദിവംഗതനായിട്ട് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ചാവറ മ്യൂസിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിസ്റ്റിന് താമസിക്കുവാനായി ഈ ഓഫീസ് പ്രവർത്തിക്കുന്ന റൂമും മറ്റും ഒഴിഞ്ഞു കൊടുക്കണം. ഞാനതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ ആ ചുറ്റുപാടുമുള്ള മറ്റ് സ്ഥലങ്ങളിലായി വ്യാപിപ്പിച്ചു. അങ്ങനെ രാമചന്ദ്രൻ മാഷും ടീമംഗങ്ങളും അവിടെ എത്തുകയും മ്യൂസിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ആ വലിയ കലാകാരന്മാരുടെ വലിയ കൂട്ടായ്മ എന്നും ദൈവനിയോഗത്തിൽ മാത്രം പ്രവർത്തനങ്ങൾ ആരംഭിച്ച് പ്രവർത്തനം പൂർത്തിയാക്കി സുന്ദരമായി പ്രവർത്തിച്ചു തുടങ്ങിയ ചാവറ മ്യൂസിയം അന്നും ഇന്നും എന്നും എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. ഈ ചാവറ മ്യൂസിയത്തിന് തത്തുല്യമായ മറ്റൊരു മ്യൂസിയം എങ്ങും ആർക്കും മാറ്റി സ്ഥാപിച്ചാലും അതിനുള്ള ചരിത്രപരമായ അഴക്, സത്യസന്ധത, കലാമൂല്യം ആർക്കും പുനരവതരിപ്പിക്കുവാൻ സാധിക്കില്ല. കാലം അതിൻ്റെ കുസൃതി എന്നും തുടർന്നുകൊണ്ടേയിരിക്കും. കത്തോലിക്കാ സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ പോലും അതിൻ്റെ ആസ്ഥാന സ്ഥലം ഇടക്കാലത്തേക്ക് അവിഞ്ഞോണിലേക്ക് മാറ്റി അവിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ചരിത്ര നിയോഗങ്ങൾ. ഇന്ന് ആരും ഈ മഹത്തായ മ്യൂസിയം അവിടെ നിന്ന് മാറ്റുവാനായിട്ടുള്ള മണ്ടൻ തീരുമാനങ്ങളിൽ പെടില്ല എന്ന് നമുക്ക് ആശിക്കാം. ഇനി ശ്രമിച്ചാൽ തന്നെ അത് പുനർചിന്തനത്തിന് വിധേയമാക്കി വീണ്ടും ഈ ചാവറ മ്യൂസിയത്തിൽ ഒരു മാറ്റത്തോടു കൂടി വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ, ധന്യനായ ചാവറയച്ചൻ, ദൈവദാസനായ ചാവറയച്ചൻ എന്നൊക്കെയുള്ള പേരുകൾ മാറ്റി വിശുദ്ധ ചാവറയച്ചൻ എന്ന തിരുത്തോടുകൂടി ഈ മ്യൂസിയത്തിലെ വിശുദ്ധങ്ങളായ, ചരിത്രപ്രസിദ്ധങ്ങളായ, അമൂല്യങ്ങളായ ചാവറയച്ചൻ്റെയും പോരൂക്കരയച്ചൻ്റെയും പാലയ്ക്കൽ തോമാമൽപ്പാൻ്റെയും കണിയാന്തറ യാക്കോബിൻ്റെയുമൊക്കെ, എന്തിന് കട്ടക്കയത്തിൽ വലിയ ചാണ്ടിയച്ചൻ്റെയും കൊച്ചു ചാണ്ടിയച്ചൻ്റെയും കുഞ്ഞു ചാണ്ടിയച്ചൻ്റെയുമൊക്കെ കരസ്പർശനത്താൽ ബഹുമാനപ്പെട്ട മത്തായി കൊച്ചുപറമ്പിലച്ചൻ്റെ സംരക്ഷണയാൽ ഒക്കെ സംരക്ഷിക്കപ്പെട്ട വിശുദ്ധങ്ങളായ ചരിത്ര മൂല്യം ഉൾക്കൊള്ളുന്ന പലതും സ്ഥാപിച്ച സ്ഥലമാണ് ചാവറ മ്യൂസിയം. ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് അവിടെ എടുത്തു വെച്ച പോരൂക്കര തോമാമൽപ്പാൻ ചാവറയച്ചൻ്റെ വള്ളത്തിൽ ഇരിക്കുവാനായിട്ട് ഉപയോഗിച്ച വള്ളക്കസേരയുടെ ഒരു ഭാഗമെങ്കിലും നിശ്ചിത കാലഘട്ടങ്ങളിൽ ലൈബ്രറിയുടെയും അർക്കൈവ്സിൻ്റെയും ഭാഗമായിരുന്ന വലിയ തടിയരമാലയുടെ
കള്ളികളിൽ സൂക്ഷിക്കുകയും പിൽക്കാലത്ത് അത് മ്യൂസിയത്തിലേക്ക് മാറ്റുകയുമൊക്കെ ചെയ്തു. എന്തിന്? രാജാ രവിവർമ്മയുടെ അത്യപൂർവമായ ചിത്രം വരെ സ്ഥിതി ചെയ്യുന്ന, ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഈ പുണ്യസ്ഥലത്തെ ചാവറ മ്യൂസിയം ആർട്ട് ഗാലറി എന്ന ഈ അത്ഭുത ദൃശ്യം ലോകത്തിന് മുമ്പിൽ എത്തിച്ച സൺഡേ ദീപികയ്ക്ക് അഭിനന്ദനങ്ങൾ, കൃതജ്ഞത, ആശംസകൾ. ഈ മ്യൂസിയത്തിൻ്റെ പിന്നിൽ അഹോരാത്രം കഷ്ടപ്പെട്ടത് ദിവംഗതനായ ആൻ്റണി വള്ളവന്തറയച്ചനാണ്. പ്രസ്തുത മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ മേൽത്തട്ട് പ്രത്യേകമായി വരുത്തിയ തടിയിലെ ചിത്രാലങ്കാരത്തോടു കൂടി നിർമ്മിച്ചതും അതിന് അകത്ത് സ്ഥാപിച്ചിരിക്കുന്ന പൂർണ്ണകായ പ്രതിമ, ചാവറയച്ചൻ്റെ പൂർണ്ണകായ പ്രതിമ രാമചന്ദ്രൻ മാഷ് തന്നെ നിർമ്മിച്ചതാണെന്നും അതിലുള്ള സർവ കലാതന്തുക്കളിലും മാഷിൻ്റെ കൈവിരുതുകളും ശ്രദ്ധയും ഭാവനയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു എന്നും ഓർക്കുമ്പോഴാണ് ചാവറ മ്യൂസിയം ലോകത്തിൻ്റെ മുമ്പിൽ ചരിത്ര സ്മാരകമായി സൂക്ഷിക്കേണ്ട അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു മഹാസിദ്ധിയാണ്, മഹാവിജയമാണ്, മഹാചരിത്ര രേഖയാണ് എന്ന് നാം ഓർക്കേണ്ടതും ഓർമ്മിക്കേണ്ടതും. ഭരണം മാറി മാറി വരുമ്പോൾ ഇന്നലത്തെ തെറ്റുകൾ ഇന്നത്തെ ശരികളും, ഇന്നത്തെ ശരികൾ നാളത്തെ തെറ്റുകളും, ഇന്നത്തേതെല്ലാം നാളത്തെ പരിഷ്കാരത്തിനു വേണ്ടി മാത്രമുള്ള ഉൽപ്പന്നങ്ങളുമായി മാറി മറിഞ്ഞ് തകിടം മറിയുന്നൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സാമൂഹ്യ രംഗത്തും കുടുംബരംഗത്തും വ്യക്തിബന്ധങ്ങളുടെ ഇടപെടലുകളുടെ ഇടങ്ങളിലും എല്ലാം ഈ ഏറ്റക്കുറച്ചിലുകളോ മാറി മറിച്ചിലുകളോ തകിടം മറിച്ചിലുകളോ തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്നലത്തെ മഹാന്മാരെ നാളത്തെ സാമൂഹ്യ ദ്രോഹികളായി ചിത്രീകരിക്കാൻ ഒരുമ്പെടുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നാം ജീവിക്കുന്നത്. തിരിച്ചുമതെ, ഇന്നത്തെ സാമൂഹിക ദ്രോഹികളെ നാളത്തെ സഭാ നവീകരണ പ്രസ്ഥാനക്കാരും സഭാസ്നേഹികളുമാക്കി വളർത്തുവാൻ, രാജ്യസ്നേഹികളാക്കി ഉയർത്തുവാൻ വെമ്പൽ കൊള്ളുന്ന മാറ്റങ്ങളുടെ ഒരു സമൂഹം നമുക്ക് മുമ്പും പിമ്പും ഒഴുകിയെത്തുന്നു. ഈ ഒഴുക്കലുകളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒഴുക്കിനൊപ്പം നീങ്ങാൻ കഴിയുന്നവർക്ക് മാത്രമേ നാളെ സമൂഹത്തിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടാവൂ എന്നത് മറ്റൊരു സത്യം. ഒഴുക്കിനെതിരെ പിടിച്ചു നിന്നവർ ആരും അധിക നാളെ പിടിച്ചു നിൽക്കാറില്ല. എന്തുമാകട്ടെ, ചാവറ മ്യൂസിയം അത് അവിടെ നിലനിൽക്കുകയോ നിലനിർത്താതിരിക്കുകയോ എന്തുമാകട്ടെ, വിശുദ്ധ ചാവറയച്ചൻ്റെ വിശുദ്ധമായ മുറിയുടെ മുകളിൽ ഒരു ഫോറിൻ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്: ഈ ഭവനം ഇവിടെ നിന്നും പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും നശിച്ചാലും നിങ്ങൾ വിഷമിക്കരുത്. അതിലും ശ്രേഷ്ഠമായ മറ്റൊരു ഭവനം വരും ലോകത്ത് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എന്ന പ്രത്യാശയിൽ നിങ്ങൾ ആശ്വസിക്കുവിൻ എന്ന വാക്യം പൗലോസ്ലീഹായുടെയോ അതോ മറ്റ് ഏതോ ലേഖകരുടെയോ ബൈബിളിലെ ലേഖനകർത്താക്കളുടെയോ പേരിൽ നിന്ന് ഉൾക്കൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ചെറിയ ചിത്രം നമ്മുടെ മുമ്പിൽ ഒത്തിരി ചരിത്രങ്ങൾ തുറന്നിടുന്നു. ചാവറ മ്യൂസിയം 10, 20, 30 ഉണ്ടാകട്ടെ, ഓർമ്മിക്കുക, മദർ തെരേസായോളം വലിയവരല്ല ഭാരതത്തിലെ ഒരു വിശുദ്ധരും. ആ മദർ തെരേസായുടെ മ്യൂസിയം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് അളക്കുന്നത് നല്ലതാണ്. അവിടെ എത്തിച്ചേരുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെ മുമ്പിൽ ആ മദറിൻ്റെ
മ്യൂസിയത്തിൻ്റെ ഹ്രസ്വമായ ഇടം. പല മ്യൂസിയങ്ങൾ, പല മ്യൂസിയങ്ങൾ, ഓരോ നാട്ടിലും മഹാന്മാരുടെയും വിശുദ്ധരുടെയും മ്യൂസിയങ്ങൾ, 7-8 നിലകളുള്ള മ്യൂസിയങ്ങൾ എല്ലാം ഇങ്ങനെ ഒരുക്കൂട്ടുകയാണ്. അതിനിടയിലാണ് മദർ തെരേസായുടെ ചെറിയ മ്യൂസിയം ലോകശ്രദ്ധയെ ആകർഷിക്കുന്നത്. ഇവിടെ ഇതുപോലെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മ്യൂസിയം യഥാർത്ഥ കലാകാരൻ്റെ കൈവിരലിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് മാന്നാനത്ത്. അതിൻ്റെ നിറമോ അതിൻ്റെ ഭംഗിയോ അതിൻ്റെ രൂപഭാവങ്ങളോ ഒന്നും മാറ്റത്തിന് വിധേയമാക്കുന്നത് ശരിയല്ല. അത് ആ കലാകാരനോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. ചാവറ മ്യൂസിയത്തെക്കുറിച്ച് കൂടുതൽ ഇവിടെ പറയുന്നത് ശരിയല്ല. കാരണം അതിനെക്കുറിച്ച് സുന്ദരമായ രേഖകൾ അക്കാലഘട്ടത്തിലെ മാസികയിൽ തന്നെ പല പേജുകളിലായി ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മ്യൂസിയം ഇന്നും അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. 3-4 വർഷമായി ഞാൻ ആ മ്യൂസിയത്തിനകത്ത് കയറിയിട്ട്. പക്ഷേ മ്യൂസിയത്തിൻ്റെ മുറ്റത്ത് മിനിമം മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യമെങ്കിലും സന്ദർശിക്കുന്നവനാണ് ഞാൻ. സമയത്തിരക്ക് കൊണ്ട് ഒന്നുകൂടി ആ മ്യൂസിയത്തിൽ കയറി നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ നിങ്ങളിൽ പലരും ഇന്നും ആ മ്യൂസിയത്തിൽ കയറുന്നുണ്ടാകുമല്ലോ. എന്തുമാകട്ടെ, ഈ മ്യൂസിയം തന്നെ ഒരു വലിയ ചരിത്ര സ്മാരകമാണ് എന്ന് ഓർക്കുക. ആ മ്യൂസിയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികളുടെ ലിസ്റ്റ് ഒരു ബുക്കായിട്ട് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നാളത്തെ ഒരു വലിയ ചരിത്ര രേഖയായിരിക്കും. ആ മ്യൂസിയത്തിലെ സന്ദർശക ഡയറിയിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ മുഴുവൻ അക്ഷരം പ്രതി പുനർവിചിന്തനം ചെയ്ത് അതേപടി അച്ചടിച്ചൊരു പുസ്തകമാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ബെസ്റ്റ് സെല്ലറായി തീരാതിരിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവില്ല. കാരണം അത്രമാത്രം പ്രഗത്ഭരുടെ കയ്യൊപ്പുകൾ ശേഖരിക്കുവാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സൃഷ്ടിച്ചു വെച്ച ഒരു ചരിത്ര ഇടമാണ് ചാവറ മ്യൂസിയം. ആ ചരിത്ര ഇടത്തിൻ്റെ പ്രാധാന്യം ഒരിക്കലും ആ ചരിത്ര ഇടം മറ്റെവിടെ പുനഃസൃഷ്ടിച്ചാലും ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മൾ കുറേ കൂടി വിവേകമുള്ളവരായിട്ട് തീരും. അവിടെ മറ്റൊരു ചരിത്ര സ്മാരകമുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് സെൻറ്റ് ജോസഫ്സ് പ്രസ് ബിൽഡിംഗ് ആണ്, കെട്ടിടമാണ്. അതിലുപയോഗിച്ച ഓരോ തടികളും ഓരോ മരക്കഷ്ണങ്ങളും ഓരോ ഇരുമ്പ് കഷ്ണങ്ങളും ഓരോ അച്ചുകളും ഓരോ വലിയ 16 പേജ് വരെ അടിക്കാവുന്ന മെഷീനുകളും അക്ഷരം അച്ചടിച്ച് വാർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച അച്ച് സംബന്ധമായ ഉപകരണങ്ങളും അവിടുത്തെ ആദ്യകാല കുറിപ്പുകളും കയ്യെഴുത്ത് പ്രതികളും ഒക്കെയും ലോക ചരിത്രത്തിന് മുമ്പിൽ വലിയ സംഭാവനയാണ് എന്ന് തിരിച്ചറിയുവാൻ ആർക്കൊക്കെ സാധിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല. കുറേ പേർക്കെങ്കിലും അതിൻ്റെ മൂല്യം അറിയാവുന്നത് കൊണ്ട് ഇന്നും അതല്ലെങ്കിലും ആ തറയെങ്കിലും ആ സ്ഥലമെങ്കിലും ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കർമ്മലമലയുടെ ചരിത്രം, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ചരിത്രത്തിന് മുമ്പ് ഏലിയായുടെ ചരിത്രത്തിലേക്ക് നീങ്ങുമ്പോഴും ദൈവ സാന്നിധ്യമുള്ള ആ മല അവിടെ ഇന്നും എന്നും ചരിത്രത്തിൻ്റെ സ്മാരകമാണ്. ആരൊക്കെ തകർത്താലും ചവിട്ടി മെതിക്കപ്പെട്ടാലും എടുത്തെറിയപ്പെട്ടാലും വിശുദ്ധരുടെ സാക്ഷ്യപേടകങ്ങൾക്കും രാമചന്ദ്രൻ മാഷിനെ പോലുള്ള കലാകാരന്മാരുടെ കലാവിരുതുകൾക്കും ഈ ലോകത്തു നിന്നും മങ്ങി മാഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയില്ല എന്ന് തെളിയിച്ച മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ പത്രത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് അത്ഭുതത്തോടുകൂടി ഈ പത്രം നമ്മുടെ പുസ്തകപ്പുരയിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കാം.